ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്കും റഷ്യയിലേക്കുമാണ്. വെറും ഒരു നയതന്ത്ര വാർത്തയല്ല ഇത്. നമ്മുടെ എല്ലാം നിലനിൽപ്പിനെ ബാധിക്കുന്ന വലിയൊരു സുരക്ഷാ ഉടമ്പടിയുടെ അന്ത്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അമേരിക്കയും റഷ്യയും തമ്മിലുള്ള അവസാനത്തെ ആണവായുധ നിയന്ത്രണ കരാറായ ന്യൂ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി 2026 ഫെബ്രുവരി 5 ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ലളിതമായി പറയുകയാണെങ്കിൽ ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു ആണവായുധ മത്സരത്തിന് വീണ്ടും വഴിതെളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 30 വർഷമായി ലോകത്തിന് നൽകിയിരുന്ന ഒരു സുരക്ഷ ഈ കരാർ അവസാനിച്ചതോടെ ഇല്ലാതായിരിക്കുകയാണ്. ഇനി ഈ രണ്ട് വൻശക്തികൾക്കും എത്ര വേണമെങ്കിലും ആണവായുധങ്ങൾ നിർമ്മിക്കാം, ആരും ചോദിക്കാനില്ല എന്ന് ചുരുക്കം. ഇതൊരു പുതിയ ആണവ യുദ്ധത്തിന് വഴിതെളിക്കുകയാണോ? എന്താണ് ട്രംപും പുടിനും പറയുന്നത്? ചൈന ഇതിൽ എങ്ങനെ വില്ലനാകുന്നു? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം നമുക്ക് ഈ കരാർ എന്താണെന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കാം. 2010 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബാരക് ഒബാമയും റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവും ചേർന്ന് ന്യൂ സ്റ്റാർട്ട് ഒപ്പിടുന്നത്. ലോകത്തെ മൊത്തം ആണവായുധങ്ങളുടെ 90% കൈവശം വെച്ചിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളാണ്. അതിനാൽ തന്നെ ഇവർക്കിടയിൽ ഒരു നിയന്ത്രണം അത്യാവശ്യമായിരുന്നു. അതായത് ലോകത്തെ വിനാശകാരിയായ ആണവായുധങ്ങളെ ഒരു പരിധിയിൽ നിർത്തുകയായിരുന്നു ലക്ഷ്യം. ഈ കരാർ പ്രകാരം രണ്ട് രാജ്യങ്ങൾക്കും 1550 വാർഹെഡ്സ് യുദ്ധമുനകളിൽ കൂടുതൽ വിന്യസിക്കാൻ അനുവാദമില്ല. പരസ്പരം സൈനിക താവളങ്ങളിൽ ചെന്ന് ഓൺ സൈറ്റ് ഇൻസ്പെക്ഷൻസിന് അനുവാദമുണ്ടായിരുന്നു. അതായത് ഒരു രാജ്യം എത്രത്തോളം ആയുധങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് നേരിട്ട് ചെന്ന് പരിശോധിക്കാൻ മറ്റേ രാജ്യത്തിന് അനുവാദമുണ്ടായിരുന്നു. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ എത്ര ആയുധം ഉണ്ടാക്കുന്നു എന്ന് എനിക്ക് വന്ന് നോക്കാം, തിരിച്ചും ഞങ്ങൾ എത്ര ആയുധം ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾക്കും നോക്കാം. ഈ ഒരു ട്രാൻസ്പാരൻസിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ലോകത്തെ സമാധാനമായി ഉറങ്ങാൻ സഹായിച്ചത്. ലോകത്ത് ഒരു വലിയ ആണവ യുദ്ധം ഉണ്ടാകാതെ കാത്തു സൂക്ഷിച്ചതും ഇതായിരുന്നു. എന്നാൽ ഇന്ന് ആ സമാധാനം അവസാനിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ കരാർ പുതുക്കിയില്ല എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇവിടെയാണ് രാഷ്ട്രീയ കളി തുടങ്ങുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കം മുതലേ ഇതിനെ എതിർത്തിരുന്നു. ബാഡ്ലി നെഗോഷിയേറ്റഡ്, അതായത് അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാതെ വിവേകശൂന്യമായ വ്യവസ്ഥകളോടെ തയ്യാറാക്കിയ ഒന്നാണിത് എന്നാണ് ട്രംപ് ഈ കരാറിനെ വിളിക്കുന്നത്. കഴിഞ്ഞ മാസം ന്യൂയോർക്ക് ടൈംസിനോട് ട്രംപ് പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഇത് അവസാനിച്ചാൽ അവസാനിക്കട്ടെ എന്നായിരുന്നു അത്. അതേസമയം മറുഭാഗത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കരാർ ഒരു വർഷത്തേക്ക് നീട്ടാൻ തയ്യാറാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി സംസാരിച്ച ശേഷം പുടിൻ നിലപാട് മാറ്റി. അമേരിക്ക ഞങ്ങളെ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഞങ്ങളും ഇനി ഒന്നിനും ബാധ്യസ്ഥരല്ല എന്ന നിലപാടിലാണ് മോസ്കോ. റഷ്യയുടെ മുൻ പ്രസിഡന്റ് മെദ്വദേവ് നൽകുന്ന മുന്നറിയിപ്പ് അതിഭീകരമാണ്. ശരിക്കും ഇതൊരു മഹാവിപത്തിലേക്കുള്ള തുടക്കമാണ്. ഒരു ആണവ യുദ്ധത്തിന് സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ട്രംപിന് ഈ കരാറിൽ റഷ്യയെ മാത്രം പോരാ, ചൈനയെ കൂടി വേണം. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞത് ചൈനയുടെ കയ്യിലുള്ള ഭീമമായ ആയുധശേഖരം ഉൾപ്പെടുത്താതെ ഒരു കരാർ ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ്. എന്നാൽ ചൈന പറയുന്നത് നോക്കൂ, ഞങ്ങൾ ഇതിലേക്കില്ല, തങ്ങളുടെ ആയുധങ്ങൾ അമേരിക്കയുടെ അത്രയും ഇല്ലെന്നും അതിനാൽ നിയന്ത്രണങ്ങൾ അംഗീകരിക്കില്ല എന്നുമാണ് ബെയ്ജിങ്ങിന്റെ നിലപാട്. ഈ ഒരു വടംവലി കാരണം ലോകം ഇപ്പോൾ ഒരു ത്രികോണ ആയുധ മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. എന്തായാലും ഈ വാർത്ത കേട്ട് ലോകം ഞെട്ടിയിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഇതിനെ ഗ്രേവ് മൊമെന്റ് എന്നാണ് വിളിച്ചത്. അതായത് ലോകം ഒരു വൻ വിപത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത് എന്ന്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സാഹചര്യവും ഉണ്ടാകുന്നത്. ഇത് ഉണ്ടാക്കാൻ പോകുന്ന പ്രധാന പ്രശ്നങ്ങൾ പലതാണ്. ഒന്നാമതായിട്ട്, നിയന്ത്രണങ്ങൾ ഇല്ലാതാകുന്നതോടെ അമേരിക്കയും റഷ്യയും ആയുധങ്ങൾ വർദ്ധിപ്പിക്കാൻ തുടങ്ങും. ഇത് കണ്ട് ചൈനയും മറ്റു രാജ്യങ്ങളും തങ്ങളുടെ ആയുധശേഖരം കൂട്ടും. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് നോൺ പ്രിലിഫറേഷൻ ട്രീറ്റിയുടെ തകർച്ചയായിരിക്കും. ആണവായുധങ്ങളില്ലാത്ത രാജ്യങ്ങൾ അവ നിർമ്മിക്കില്ല എന്ന് സമ്മതിക്കുന്ന ഒരു കരാറാണ് NPT അഥവാ നോൺ പ്രിലിഫറേഷൻ ട്രീറ്റി. വൻ ശക്തികൾ ആയുധങ്ങൾ കുറയ്ക്കാതെ വന്നാൽ ചെറിയ രാജ്യങ്ങളും ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയേക്കാം. ഇപ്പോൾ അമേരിക്കയും റഷ്യയും ആയുധം കൂട്ടാൻ തുടങ്ങിയാൽ മറ്റു രാജ്യങ്ങളും ഇത് തന്നെ ചെയ്യില്ലേ? ഇറാൻ, നോർത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് വരാൻ ഇത് കാരണമാകും. ഇനി ഒരു ട്രാൻസ്പാരൻസി ലോസ് ഉണ്ടാകും. എന്ന് വെച്ചാൽ പരസ്പരം വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ഇത് ചെറിയ തെറ്റിദ്ധാരണകൾ പോലും ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കാൻ കാരണമാകും. ഇനിയുള്ള ചോദ്യം, ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. അയൽ രാജ്യങ്ങളായ ചൈനയും പാകിസ്ഥാനും ആയുധങ്ങൾ വർദ്ധിപ്പിച്ചാൽ അത് സ്വാഭാവികമായും ഇന്ത്യയുടെ സുരക്ഷയും ബാധിക്കും. ഇനി ഡൂംസ്ഡേ ക്ലോക്ക് അഥവാ ലോകാവസാനത്തിന്റെ സൂചന നൽകുന്ന ഘടികാരം ഇപ്പോൾ അർദ്ധരാത്രിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആണവ ദുരന്തം അതിജീവിച്ചവർ പറയുന്നത് ലോകം വീണ്ടും ഒരു വിനാശത്തിലേക്ക് നടന്നു നീങ്ങുകയാണ് എന്നാണ്.
നിർഭാഗ്യവശാൽ മാനവരാശിയുടെ വിനാശത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഡൂംസ്ഡേ ക്ലോക്ക് ഇപ്പോൾ അർദ്ധരാത്രിയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഈ കരാറിന്റെ കാലാവധി അവസാനിച്ചത് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്നവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. എങ്കിലും വരും ദിവസങ്ങളിൽ G7 ഉച്ചകോടിയിലോ അല്ലെങ്കിൽ മറ്റ് നയതന്ത്ര ചർച്ചകളിലോ പുതിയൊരു ഫോർമുല ഉരുത്തിരിഞ്ഞു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആയുധങ്ങൾ കൊണ്ട് സമാധാനം സ്ഥാപിക്കാമെന്നത് ഒരു വ്യാമോഹം മാത്രമാണ്. വൻശക്തികൾ വിവേകത്തോടെ പ്രവർത്തിച്ചില്ല എങ്കിൽ വരും തലമുറയ്ക്ക് നമ്മൾ കരുതി വെക്കുന്നത് ചാരക്കൂനകൾ മാത്രമായിരിക്കും. അവിടെ സമാധാനം ഉണ്ടാകില്ല, മറിച്ചൊരു വിനാശത്തിന്റെ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമായിരിക്കും. ചുരുക്കത്തിൽ ലോകം ഇപ്പോൾ നിൽക്കുന്നത് ഒരു മുനമ്പിലാണ്. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും ഒരു ആഗോള യുദ്ധത്തിലേക്ക് നയിക്കാം. ട്രംപ് പറഞ്ഞതുപോലെ ഇതിലും വലിയൊരു കരാർ വരുമോ, അതോ ലോകം ആയുധ മത്സരത്തിന്റെ പുതിയ യുഗത്തിലേക്ക് കടക്കുമോ? കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.